ഇതേപോലുള്ള പേപ്പർ കപ്പോ അല്ലെങ്കിൽ വേസ്റ്റ് ബോട്ടിൽസോ വെച്ച് എങ്ങനെയാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു മിനി ഫ്ലവർ പോട്ട് ഉണ്ടാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഈ പൈപ്പ് ക്ലീനർ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിനി ഫ്ലവർ പോട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള പേപ്പർ കപ്പാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ 5-6 സെൻറ്റിമീറ്ററിൽ ഈ പേപ്പർ കപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പം ആമസോണിനോ അങ്ങനെയൊക്കെ ഓൺലൈനിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ബബിൾ റാപ്പ് വരുന്ന കവറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതല്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസോ അങ്ങനെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഏകദേശം സെൻറ്റർ പോർഷനിലായിട്ട് ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ വരെ നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവണേ. അപ്പോൾ സ്റ്റിക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് പൈപ്പ് ക്ലീനേഴ്സ് ആണ്. അതല്ലെങ്കിൽ ഫസി വയർ എന്നൊക്കെ പറയൂ കേട്ടോ. ഇവിടെ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പേപ്പർ കപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16-15 ആ ഒരു റേഞ്ചിൽ പൈപ്പ് ക്ലീനേഴ്സ് ആണ് കേട്ടോ വേണ്ടത് ടോട്ടല്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് പൈപ്പ് ക്ലീനർ ഇതാ ഏകദേശം നമ്മൾ ആ ഒരു പോട്ട് കവർ ചെയ്യാനുള്ള സൈസിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതാദ്യം ഞാനൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത് പിന്നെ ഒരുപാട് പോട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതുപോലെ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കും. എക്സ്ട്രാ കുറച്ച് പോർഷൻ വരുന്നുണ്ട്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് സ്പീഡാക്കാൻ പറ്റും നമ്മളെ വർക്ക്. ഇനി നമ്മൾ ഇതാ പൈപ്പ് ക്ലീനറിൻ്റെ നമ്മളെ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് എന്ത് ഗ്ലൂ ആണ് പൈപ്പ് ക്ലീനറിന് ഏറ്റവും നല്ലതെന്ന്. എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും നല്ലത് ഗ്ലൂ സ്റ്റിക്ക് അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതാണ്. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ നമുക്ക് ഈ ബുക്ക് സ്റ്റോളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് നമ്മളൊന്ന് ഉരുക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഗ്ലൂ ഗണ്ണിന് ആവശ്യമില്ല, സ്റ്റിക്കും മതി. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു കമ്പി പോലെയുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നല്ലത് എന്തായാലും ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതേ സെയിം ഒരു ഇത് തരുന്ന ഏതെങ്കിലും ഗ്ലൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു എഫക്റ്റ് തരുന്നത് പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ടൊന്ന് സ്റ്റിക്കായി നിൽക്കണം, അങ്ങനെ പറ്റുന്നത്. ഞാൻ ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് എന്നാലും ഗ്ലൂ സ്റ്റിക്കാണ് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നുന്നത്. അങ്ങനെ പൈപ്പ് ക്ലീനർ വെച്ച് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെയിം നമ്മുടെ എടുത്തെടുത്തിട്ട് ആ ഒരു ആമസോണിൻ്റെ ആ ഒരു കവർ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ കുറച്ചൊരു ഗ്യാപ്പ് നമുക്ക് പ്ലാന്റ് വെക്കാനുള്ള ഒരു പോർഷൻ വിട്ടിട്ട് വേണം നമ്മളതിങ്ങനെ റോൾ ചെയ്ത് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം അതും ഈ പോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ക്ലീനർ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മൾ ആ ഒരു സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടണം. നമുക്ക് പ്ലാന്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നല്ലേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മിനി ഫ്ലവർ പോട്ടിൻ്റെ ഓരോ പോട്ടും നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 16 പോട്ടോളം ആയിട്ടുണ്ട്. ഒരു 20 പോട്ടായിട്ട് നമ്മളെല്ലാം കൂടെ വെച്ചൊരു ഗിവ് അവേ ആയിട്ട്
ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഓരോ പോട്ടും, അതായത് 20 പേർക്ക് തരും. 10 ഇൻസ്റ്റാഗ്രാമിലും 10 യൂട്യൂബിലുമാണ്. പിന്നെ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ ഫോളോവേഴ്സിനോ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത് പോട്ടും നമ്മൾ ഉള്ളിൽ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് എടുത്തത്. ഇനി നമുക്ക് സൈഡിൽ കൂടെ കുറച്ചും കൂടെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതില്ലാതെയും നല്ല ഭംഗി തന്നെയാണ്, നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മിനി ഫ്ലവർ പോട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ ഈ മിനി ഫ്ലവർ പോട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ലോങ് വീഡിയോസ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഇതിട്ടത്. അപ്പോൾ ബാക്കി പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.